നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന കൊല്ലം ഇക്കുറി മുകേഷിലൂടെ തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ടുകൾ. 2009 കോൺഗ്രസ് പീതാംബരക്കുറിപ്പിലൂടെ നേടിയെടുത്തിരുന്ന മണ്ഡലമാണ് ഇത്. അത് കഴിഞ്ഞ് 2014 RSP ഈ സീറ്റ് ആവശ്യപ്പെടുകയും എന്നാൽ CPM അത് നിരാകരിച്ച് സീറ്റ് തിരികെ പിടിക്കുവാൻ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മന്ത്രിയുമായിരുന്ന MA ബേബിയെ കളത്തിലിറക്കുകയും ചെയ്തു. അതോടൊപ്പം RSPക്ക് പത്തനംതിട്ട സീറ്റ് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. എന്നാൽ തങ്ങളുടെ പരമ്പരാഗത സീറ്റായ കൊല്ലം തിരികെ വേണമെന്ന് RSP വാശി പിടിച്ചു. CPM ഇതിന് തയ്യാറാവാതിരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ RSPയെ UDFിലെത്തിക്കുകയും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് RSPക്ക് വിട്ടു നൽകുകയും ചെയ്തു. അങ്ങനെ RSP സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രൻ കൊല്ലത്തെത്തി. 38,000 വോട്ടുകൾക്ക് പ്രേമചന്ദ്രൻ ആ ഇലക്ഷനിൽ വിജയിക്കുകയും ചെയ്തു. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ഘോരം പ്രസംഗിച്ചിരുന്ന പ്രേമചന്ദ്രൻ തൊട്ടടുത്ത ദിവസം ഇടതിനെതിരെ സംസാരിക്കുന്നതും കേരള ജനത കണ്ടതാണ്. എന്തായാലും ആ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ഒരു പ്രസ്താവന ആയുധമാക്കിയാണ് UDFും RSPയും വോട്ട് പിടിച്ചത്. ആ പ്രസ്താവനയിൽ സഹതാപമുണ്ടാക്കിയെടുത്താണ് പ്രേമചന്ദ്രന് വിജയിക്കാൻ സാധിച്ചതും. 2019 CPMന് വലിയ തിരിച്ചടി നേരിട്ട മണ്ഡലമായിരുന്നു കൊല്ലം. അതിന് കാരണമായത് ശബരിമല വിഷയം തന്നെയാണ്. ഇവിടെ BJP 2019 ഇലക്ഷന് 1,00,000-ലധികം വോട്ടുകൾ പിടിച്ചിരുന്നു. അതിനു മുമ്പത്തെ ഇലക്ഷനൊക്കെ 50,000 വരെയായിരുന്നു അവരുടെ വോട്ട് വിഹിതം. അതോടൊപ്പം അങ്ങനെ പ്രേമചന്ദ്രൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അന്നു മുതൽ തന്നെ പ്രേമചന്ദ്രൻ ഒരു BJP ചായ്വുണ്ടെന്ന ശ്രുതി പരന്നിരുന്നു. മോദിയെ എപ്പോഴും പുകഴ്ത്തിപ്പറഞ്ഞിരുന്ന പ്രേമചന്ദ്രന് സിറ്റിംഗ് സീറ്റ് കൊടുത്തത് കോൺഗ്രസിൻ്റെ വലിയ നഷ്ടം തന്നെയാണ്. ജയിക്കാൻ സാധിക്കാത്തൊരു സീറ്റായിരുന്നു അവർക്ക് നൽകിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. മറിച്ച് കയ്യിലിരുന്ന പീതാംബരക്കുറിപ്പ് തിരിച്ചുപിടിച്ച സീറ്റാണ് കുറിപ്പിനെ വെട്ടി പ്രേമചന്ദ്രന് നൽകിയത്. വേറൊരു മണ്ഡലത്തിലും കോൺഗ്രസിന് RSPയെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം കൊല്ലത്ത് മാത്രമാണ് അല്പമെങ്കിലും RSPക്ക് സ്വാധീനമുള്ളത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും കൈവിട്ട സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് CPM. ആ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് സിറ്റിംഗ് MLAയും സെലിബ്രിറ്റിയുമായ മുകേഷിനെ മത്സരിപ്പിക്കാൻ CPM തയ്യാറായത്. മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രനോട് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് സംശയമുണ്ട്. SDP എന്ന പാർട്ടിക്ക് ഇവിടെ ഏകദേശം 15,000-ഓളം വോട്ടുകൾ ഉള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ SDPയുടെ വോട്ടുകളും ലഭിച്ചത് പ്രേമചന്ദ്രൻ തന്നെയാണ്. എന്നാൽ ഇക്കുറി കളി മാറുമെന്നാണ് CPM കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം മോദിയോടുള്ള വിധേയത്വവും പ്രേമവും പ്രേമചന്ദ്രന് ഇക്കുറി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ വോട്ട് ചോർച്ചയുണ്ടാക്കുമെന്ന് കരുതുന്നു. ഇത് പ്രേമചന്ദ്രന് വിനയാകുമെന്നും ന്യൂനപക്ഷങ്ങളും സ്ത്രീ വോട്ടർമാരും അതോടൊപ്പം കോൺഗ്രസിലെ ഒരു വിഭാഗവും പ്രേമചന്ദ്രനെ കൈവിടുമെന്നുമാണ് കരുതുന്നത്. CPMന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ട് പ്രകാരം മുകേഷ് വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ വെറും 38% മാത്രമാണ് CPMന് വോട്ട് നേടാനായത്. എന്നാൽ പ്രേമചന്ദ്രന്റെ വോട്ട് വിഹിതം 51%-ന് മേളിൽ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി ത്രികോണ മത്സരം നടക്കുന്ന കൊല്ലത്ത് നേരിയ മാർജിനിൽ മുകേഷ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അതിന് പ്രധാന പങ്ക് വഹിക്കുക മോദിയോടുള്ള സ്നേഹവും മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ്റെ പ്രവൃത്തിയും തന്നെയാണ്.